എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. എല്ലാവർക്കും ഒരു നല്ല ദിവസം ഉണ്ടാകട്ടെ. ഇന്ന് നമ്മൾ ടെറസിൻ്റെ മുകളിലേക്ക് വന്ന് ഇന്നലെ ഇവിടെ ഭയങ്കര മഴയായിരുന്നു ഡൽഹിയിൽ. അപ്പം ഡൽഹിയിലുള്ളവർക്കൊക്കെ അറിയാം, ഇത് അല്ലാത്തൊരു ഉദ്ദേശം ഞാൻ പറഞ്ഞത്. അപ്പം നമ്മുടെ പടവലങ്ങയൊക്കെ ഉണ്ടായി കിടപ്പുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതെല്ലാം നമുക്ക് മൂത്തം നോക്കി അങ്ങ് പറിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇന്നലെ പാവയ്ക്ക പറിച്ചപ്പം 2-3 എണ്ണം നമ്മൾ മൂടിയിട്ടിരുന്നിട്ട് പോലും അതിനകത്ത് പുഴുവായിരുന്നു. അപ്പോൾ ഈ പടവലങ്ങയുടെ കാര്യം നമുക്ക് അറിയത്തില്ല, അതുകൊണ്ട് ഒരുവിധം വലുതായി നോക്കി അങ്ങ് പറിക്കാമെന്ന് വിചാരിച്ചു. കാരണം നെറ്റ് നിങ്ങൾക്ക് താഴോട്ട് വന്നു, ഇന്നലത്തെ കാറ്റിനും മഴയ്ക്കും എല്ലാം താഴെ പോയതല്ല. അപ്പോൾ നമുക്ക് ഒരു കുമ്പളങ്ങയും പറിക്കാം, പിന്നെ നമുക്ക് 2 പടവലങ്ങ മൂത്തുണ്ട്, അതുകൂടെ പറിച്ചേക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇത് കണ്ടോ, ഈ പടവലങ്ങ മൂപ്പായിട്ടുള്ളത് നമുക്ക് പറിക്കും. ഒരെണ്ണം നമ്മൾ പറിച്ചു. പിന്നെ ഇനി രണ്ടാമത്തെ പറയുന്നു. ഇത് കണ്ട് ഇതിൻ്റെ ഭംഗി നോക്കിക്കേ, വളവേ. പിന്നെ ഇത് ഇവിടെ ഉണ്ടായിരുന്നു. പേടിച്ച് നോക്കുമ്പോൾ അറിയാം, ഇതുവരെ കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല. രണ്ടൊരു കുട്ടി ഗുണ്ടുമണി. ഇത് കണ്ടോ, ഈ പടവലങ്ങ കണ്ടോ, ഈ പടവലങ്ങ നമ്മൾ വ്യത്യാസം കണ്ടോ. ഈ പടവലങ്ങ വേറൊരു ടൈപ്പാണ്, നീളം വയ്ക്കുന്ന ടൈപ്പാണ്. പച്ച കളറിൽ ഇങ്ങനെ വര വരത്തില്ലേ, അതുപോലത്തെ ഇത് കണ്ടോ. ഇത് വേറെ ഒരു ചട്ടിയിലാണ്, ഇത് ഈ പുറകുവശം നിൽക്കുന്ന ചട്ടിയിലാണ്. ഇതിപ്പോൾ ആയി വരുന്നുള്ളൂ. ഇത് ഒരെണ്ണം, ഇത് ഇവിടെ ഒരെണ്ണം ഉണ്ട്, 2 എണ്ണം ആയിട്ടുണ്ട്. അത് നീളം വയ്ക്കുന്ന ടൈപ്പാണ്. ഇത് ഉണ്ടപ്പടവലോ, വെള്ള കളറിൽ ഉണ്ടോ. നമുക്ക് 1-2 എണ്ണം കൂടെ ഉണ്ട്, നമുക്കത് പറിച്ചേക്കാം. അല്ലെങ്കിൽ പിന്നെ ഇനി ഒന്നാമത്തെ കാര്യം കുരങ്ങിനെ വിശ്വസിക്കാൻ പറ്റുകയില്ല. രണ്ടാമത്തെ കാര്യം മഴ പെയ്ത് കഴിഞ്ഞത് ഇപ്പോൾ ഇത് ഈ നെറ്റെല്ലാം താഴെ വന്നു. ഇത് കണ്ട് ഈ നെറ്റ് താഴെ വന്നിരിക്കുന്ന നോക്കിയാൽ നമ്മൾ നെറ്റെല്ലാം ഇത് കണ്ടു. മഴ ഇന്നലത്തെ കാറ്റിനും മഴയത്തെ ഇതെല്ലാം താഴെ പോയി കണ്ടോ. ഒന്നാമത് ഇവിടെ ഒരു കുമ്പളങ്ങ കിടപ്പുണ്ട്, അത് തന്നെയല്ല ഇതെല്ലാം അങ്ങ് താഴെ വന്നു കണ്ടോ. നമ്മളിത് പൊക്കി കെട്ടി വെച്ചിരുന്ന ഇതിനെ ഒന്ന് പിടിച്ച് കെട്ടി കൊടുക്കണം, ഇല്ലെങ്കിൽ ഉള്ള പടവലങ്ങ കൂടെ പോകും. അപ്പോൾ നമുക്ക് ഈ കുമ്പളങ്ങ കൂടെ നമുക്ക് പറിക്കണം. എങ്ങനെ പറിക്കും കുമ്പളങ്ങ? നമ്മുടെ ഒരു കുമ്പളങ്ങയാണ്, ഇനി 2 എണ്ണം കൂടെ നമുക്ക് കിടപ്പുണ്ട്. ഇപ്പോൾ ഒരെണ്ണം നമ്മൾ പറിച്ചു. കാരണം ഇത് കാരണം ഇതിൻ്റെ വെയിറ്റ് കാരണം നെറ്റ് താഴോട്ട് പോരുമായിരുന്നു. ഒരുവിധം വിളഞ്ഞെന്ന് തോന്നുന്നു, നല്ല വിളവായിട്ടില്ല എന്നാലും. കറിഞ്ഞു പോരും, ഇതിൻ്റെ ഞെട്ടിനൊട്ടും കനമില്ലാണ്ട്. അപ്പോൾ ഇത് നമുക്കിപ്പോൾ പറിക്കണ്ട, ഇത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായിട്ടോ അല്ലേ. അപ്പോൾ പറിച്ചേക്കാനോ ചെറുത് 2 എണ്ണം കിടക്കട്ടെ, എന്നോ പറിച്ചേക്കട്ടെ. പടവലങ്ങ വിളവെടുപ്പ് കഴിഞ്ഞു. ഇനി നമുക്ക് ഒരെണ്ണം ഇവിടെ ഒരു കുഞ്ഞാപ്പിയും കിടപ്പുണ്ട്, ഇവിടെ ഒരെണ്ണം ആയി വരുന്നുണ്ട്. പിന്നെ ആ പച്ച പടവലത്തേലെ നീളം വയ്ക്കുന്ന ടൈപ്പിൽ ഇത് കണ്ടോ. ഇതിപ്പോൾ വീണ്ടും 2-3 ദിവസമായിട്ടുള്ളൂ. പിന്നെ നമുക്കൊരു കുമ്പളങ്ങ പറിക്കാനുണ്ട്, അത് പിന്നെ പറിക്കാം. ഇവിടെ ഉണ്ട് ഒരു പടവലങ്ങ, കുഞ്ഞി പടവലങ്ങയാണ്. ഇത് വിളഞ്ഞതാണ്. ഇപ്പോൾ ഈ ഒരെണ്ണേ ഉള്ളൂ, അത് വീണിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ. അവിടെയുണ്ട്, വേറൊന്നും ഇല്ലല്ലോ അല്ലേ. പിന്നെ ഇവിടെ ഉണ്ടായിരുന്നു മറ്റേ. ഇതൊന്ന് കാണിച്ചു കൊടുക്കട്ടെ. ഇതുമല്ലോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, എല്ലാത്തിലും നമുക്ക് പുഴു കയറുവാണ്. കാരണം പുഴു കയറുന്ന കാരണം നമുക്ക് പേടിയാണ് എടുക്കുമ്പോൾ. ഇന്നലെ തന്നെ കണ്ടില്ലേ മൂടിയിട്ടിരുന്ന പാവയ്ക്ക, അതിനകത്ത് ഇത് കണ്ടോ,
ഈ കുമ്പളത്തെ കണ്ടോ, ഇത് ഇങ്ങനെ കുഴി, അതാ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്, ഇങ്ങനെ കുഴി വന്നിട്ട് ഇതേ ഇങ്ങനെ പശ പോലെ ഒഴുകുന്നുണ്ടായിരുന്നു. എന്നാൽ ഈ കാ വലുതാകുന്ന കണ്ടിട്ട് ഞാനിതിങ്ങനെ മൂടിയിട്ടിരിക്കുക. ഇനി ഒരു ഭാഗമെങ്കിലും നമുക്ക് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ മൂടിയിട്ടിരിക്കുക. ആയിട്ടില്ല ഇത്. ഒരു കുമ്പളങ്ങ മുകളിൽ ഇങ്ങനെ ഉണ്ടായി കിടന്നാണ്. നമ്മൾ കമ്പ് കുത്തി നാട്ടിരിക്കുമായിരുന്നു. നമ്മളിതിനെ കണ്ടിട്ടില്ലായിരുന്നു, മൂടി വിട്ടിട്ടില്ലായിരുന്നു. ഇപ്പോൾ അതെല്ലാം കൂടെ നെറ്റ് താഴോട്ട് വീണ പിന്നലത്തെ കാറ്റിന് വീണപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇത് അടന്ന് കിടക്കുമായിരുന്നു. ഉണ്ട്, നല്ല വലിപ്പം വെക്കേണ്ട കുമ്പളങ്ങയാണ്. പക്ഷേ ഇത് കണ്ടത്, ഇത് കണ്ടോ ഒരു സാധനം, ഇതാണ് പുഴു കയറുന്നത്. കണ്ടോ, ഒരു കറ പോലത്തെ ഒരു സാധനം. ഈ പാട് കണ്ട്, ഈ പാട് പോലത്തെ വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് പുഴു കയറുമെന്നുള്ളതാണ്. ഇത് അടന്ന് കിടക്കുമായിരുന്നു. ഇതിപ്പോൾ ഞാൻ കണ്ടതുകൊണ്ട് ഇപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ അത് പോയേനെ. ഇതൊക്കെയാണ് ഇവിടെയുള്ള കുഴപ്പം. നമ്മൾ എല്ലാം കണ്ടു വയ്ക്കുകയും ഇഷ്ടം പോലെ ഉണ്ടായെന്ന് വിചാരിക്കും, പക്ഷേ നമുക്ക് കിട്ടുന്നത് നേരെ പകുതിയായിരിക്കും. പിന്നെ അപ്പം ആ വിളവെടുക്കുന്ന വീഡിയോ എല്ലാം നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. കുറച്ച് പടവലങ്ങ നമുക്ക് കിട്ടിയിട്ടുണ്ട്. മുറിച്ച് നോക്കുമ്പോൾ അറിയാം എത്ര എണ്ണത്തിൽ പുഴുണ്ടെന്നൊക്കെ നമുക്കറിയത്തില്ല. ഒരു കുമ്പളങ്ങ നമ്മൾ വിളവെടുത്തിട്ടുണ്ട്. ബാക്കി ഒരു കുമ്പളങ്ങ നമുക്ക് ഇനി എടുക്കാൻ കിടപ്പുണ്ട്. അപ്പം അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. ഇനി നല്ല ഒന്നാന്തരം മഴക്കാർ വരുന്നുണ്ട്. അത് കാരണം നമുക്ക് താഴേക്ക് പോകാം. എല്ലാവർക്കും നമസ്കാരം.